ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഷെഫ് പണിക്കർ, 4 റെസ്റ്റോറൻറ്റ് അജ്മാൻ. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് മറ്റൊരു വീഡിയോ വേണ്ട മറ്റൊന്നുമല്ല. നോക്കിയേ, നല്ല മട്ടൻ്റെ കാല്, ലാം ഷങ്ക്. അതുമായിട്ടൊരു നമ്മൾ പുതിയൊരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ ലാം ഷങ്ക് ഇത് 4 ലിറ്ററുള്ളതാണ്. ഒരു കുക്കറിൽ കൊണ്ട് നല്ല സെറ്റായിട്ട് കൊണ്ട് തന്നെ വേവിച്ചെടുക്കാൻ പോവാണ്. ഞാൻ മട്ടൻ പെരുക്കിയിട്ടാണ്. മഞ്ഞൾപ്പൊടി, ഏലക്ക, ഗ്രാമ്പു, പട്ട, മുളക്, കറി, കരിവേപ്പില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 5 ഗ്രാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, ഒരു 2 ഗ്രാം കാശ്മീർ ചില്ലി പൗഡർ, ഗരം മസാല പൗഡർ, ബ്ലാക്ക് പെപ്പർ പൗഡർ. ഒരു ശകലം വെള്ളം ഒഴിച്ച് ಸ್ವಲ್ಪ ലൈം ജ്യൂസ് ഒഴിക്കണം. ലൈം ജ്യൂസ് ഇത് വേഗം വേണ്ടി അടച്ചു വയ്ക്കുക. സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. അതുപോലെ നമ്മുടെ സ്റ്റവ് വെച്ചു, പാൻ വെച്ചു, വെളിച്ചൊഴിക്കുന്നു. ഒരു 20 മില്ലി വെളിച്ചുണ്ട്. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ആ ചോപ്പ് ചെയ്ത് ഗ്രീൻ ചെയ്ത് ഇത് 20 ഗ്രാം വെളുത്തുള്ളിയുണ്ട്, ഒരു 2-3 ഓക്കെ മുളക്, പച്ചമുളക്, ഒരു 20 ഗ്രാം ഇഞ്ചിയുണ്ട്. ഇഞ്ചിയും പച്ചമുളക്, വെളുത്തുള്ളിയും കരിവേപ്പിലയും അങ്ങനെ നല്ല അത് മൂത്ത് വരും. അതിലോട്ട് നമ്മൾ സ്ലൈസ് വെച്ചത് ഒരു 200 ഗ്രാം സവോള ഉണ്ട്. അപ്പോൾ നമ്മുടെ സവോള ഒന്ന് ഫാസ്റ്റായിട്ട് നല്ലോണമൊക്കെ വേകാൻ വേണ്ടി ഒരു 3 ഗ്രാം ഉപ്പിട്ട സവോള നല്ല ഫാസ്റ്റായിട്ട് വെന്ത് കിട്ടും. നമ്മുടെ ആ ഗോൾഡൻ ബ്രൗൺ ആയിരിക്കുന്ന ആ സവോളയിലേക്ക് ഒരു 5 ഗ്രാം നമ്മുടെ ആ മല്ലിപ്പൊടി ഇട്ട് ഒരു 3 ഗ്രാം മുരുപോട്ട്, 3 ഗ്രാം ചില്ലിപ്പോട്ട്, പെപ്പർ പൗഡർ, ബ്ലാക്ക് പെപ്പർ പൗഡർ ഒരു 10 ഗ്രാം ഉണ്ട്. നല്ല നന്നായി മൂത്തൊഴിക്കണം. സ്വല്പം ഉപ്പിടുന്നു, ഒരു നുള്ളു ഉപ്പ്. നമ്മൾ ഓൾറെഡി നമ്മുടെ മട്ടൺ ഇട്ടുണ്ടാവുകൊണ്ട് ഉപ്പിനകത്ത് ഞാൻ മസാലക്കകത്ത് ഞാൻ കുറച്ചിരിക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം. അപ്പോൾ അതങ്ങനെ ബ്രൗൺ ആയപ്പം ആ മസാല പച്ചമുളകൊക്കെ മാറി തക്കാളി ചേർക്കുന്നു. ഒരു 1/2 ഗ്ലാസ് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ആ ലാമ്പ് നല്ല വെന്തിരിക്കുകയാണ്. അത് നമുക്ക് ആ മസാല ചേർക്കാം. ഓക്കെ, ഒരു 50 മില്ലി നമ്മൾ ആ തേങ്ങാപ്പാൽ അടിക്കാം. തേങ്ങാപ്പാൽ നല്ല കുറുകിയ തേങ്ങാപ്പാലാണ്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ കിടന്ന മട്ടൺ അങ്ങനെ നീന്തി നല്ല കുളിച്ചുകൊണ്ടിരിക്കുകയാണ് മട്ടൺ. ആടിൻ്റെ കുളി നോക്കി, ആടിൻ്റെ കുളിച്ചിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മട്ടൻ്റെ കുളി കഴിഞ്ഞു. മട്ടനെ തേങ്ങാപ്പാൽ നമ്മൾ കുളിപ്പിച്ചെടുത്തിരിക്കുകയാണ്. നമ്മുടെ ലാം ഷങ്ക് അങ്ങനെ നല്ല സെറ്റായിരിക്കുകയാണ്, റെഡി ആയിരിക്കുകയാണ്. മട്ടൻ്റെ നോക്കി ആ ലാം ഷങ്ക് അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് വേറെ പാത്രത്തിൽ നമുക്ക് മാറ്റാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ നല്ല സ്വാദിഷ്ടമായ ഫുഡ് കഴിക്കാൻ വേണ്ടി അജ്മാൻ 4 ലിറ്റർ വരൂ. വീണ്ടും ഒരു വീഡിയോ എത്തും വരെ ഒരു ഷോർട്ട് ബ്രേക്ക്.